LDFിന് തിരിച്ചടി എന്നോളം പുതിയൊരു കേസ് വന്നിരിക്കുകയാണ്. അതായത് 2022 EP ജയരാജൻ, മുൻ കൺവീനറായിരുന്ന EP ജയരാജൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉപദ്രവിച്ച ഒരു കേസ്. അത് പിന്നെയും അത് CPM-കാർ തള്ളി നീക്കി വെച്ചിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെയും ഉയർന്നു വന്നിരിക്കുകയാണല്ലേ. അത് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ഉള്ളിലുള്ള ആ ഒരു സംഘർഷമല്ലേ ഉദ്ദേശിച്ചത്. അതായത് അതായത് 2022 ജൂൺ മാസം, അതായത് ഈ ഒരു 14-ാം തീയതി, അതായത് ജൂൺ 14-ാം തീയതിയാണ് മുഖ്യമന്ത്രിക്കൊപ്പം EP ജയരാജൻ, അതായത് അന്നത്തെ LDF കൺവീനർ EP ജയരാജൻ അന്ന് യാത്ര ചെയ്ത് ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത്. അന്ന് ഇതുപോലെ പതിവ് പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു വ്യത്യസ്തകരമായിട്ടുള്ള രീതിയിൽ ഫ്ലൈറ്റിനുള്ളിൽ ഒരു പ്രതിഷേധം നടത്തി. ഈ ഫ്ലൈറ്റിനുള്ളിൽ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും EP ജയരാജനും ചേർന്ന് കായികമായിട്ട് നേരിടുകയായിരുന്നു. അവരെ പിടിച്ച് തള്ളുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. എതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കള്ളക്കേസ്, അന്നത്തെ പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കി വധശ്രമത്തിനാണ് കേസെടുത്ത്. ഈ ഒരു EP ജയരാജനെതിരെ ഒരു എന്താ പറയുക, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കേസ് ഉണ്ടായിരുന്നില്ല, നടപടി സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഇൻഡിഗോ എയർലൈൻസ് അവർ ഈ രണ്ട് കൂട്ടർക്കെതിരെ കേസ് കൊടുത്തിരുന്നു. അതായത് ഇവർക്ക് രണ്ട് കൂട്ടർക്കും, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും EP ജയരാജനും എതിരെ യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഇൻഡിഗോയിൽ. അങ്ങനെ ഇൻഡിഗോയെ ഒരുപാട് വിമർശിക്കുകയും അല്ലെങ്കിൽ ഇൻഡിഗോ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു EP ജയരാജൻ. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ EP ജയരാജനെതിരെയുള്ള കേസ് എഴുതി തള്ളാനാവില്ല, അത് പുനരന്വേഷിക്കണം എന്നുള്ള രീതിയിലുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. പൊതുവേ ഒരു പുതിയ സർക്കാർ കയറിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിരയായിട്ട് CPM ഒരു എന്താ പറയുക, തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുതിയതൊന്നു വന്നിരിക്കുന്നു. അതായത് EP ജയരാജനെതിരെയുള്ള ആ ഒരു പോലീസിൻ്റെ കേസ്, അല്ലെങ്കിൽ ആ പോലീസ് എഴുതി തള്ളിയ കേസ് എഴുതി തള്ളരുത്, അത് കേസ് നിലനിൽക്കും എന്നാണ് പുതിയൊരു വാർത്ത വരുന്നത്. അപ്പം നമ്മൾ കണ്ട EP ജയരാജന്റെ കൂടെ ഗൺമാനായിരുന്ന അനിൽകുമാറും ഇതിന്റെ പ്രതിയാണ്. നമുക്കറിയാം, നവകേരള യാത്രയിലും രക്ഷാപ്രവർത്തനത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണെന്ന് വെച്ച് എല്ലാവരും ഉപദ്രവിക്കാനുള്ള ഒരു ലൈസൻസ് ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്? അല്ല, അത് ഒരു സുരക്ഷാ ഭടന്റെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കർത്തവ്യമാണ് ആ ഒരു ഫ്ലൈറ്റിനുള്ളിലും അല്ലെങ്കിൽ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചത് പിന്നിൽ പറയുന്ന പ്രധാന കാരണം, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. ഈ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെയും ഇൻഡിഗോയുടെ വക കേസുണ്ട്. അപ്പോൾ ആ ഒരു EP ജയരാജനെ ഒപ്പം ചേർത്തിരിക്കുന്ന ഒരു കൂട്ടുപ്രതിയാണ് അനിൽകുമാർ. ഈ കേസ് വന്നപ്പോൾ അന്ന് കോടതിയിൽ പറഞ്ഞിരുന്ന ഒരു വാദം എന്ന് വെച്ചാൽ തെളിവില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെയും കേസ് വന്നപ്പം ഇതിന്റെ വീഡിയോ ഒക്കെ പുറത്ത് വന്നേക്കെ ഇപ്പൊ പെട്ടെന്ന് തെളിവ് വന്നു. അത് അന്ന് അപ്പം എത്രമാത്രം കുഴിച്ചു മൂടാൻ ശ്രമിച്ചു എന്നുള്ള തെളിവല്ലേ അത്? അതായത് അന്നത്തെ മുഖ്യമന്ത്രിയെ രക്ഷിക്കുക എന്നുള്ളത് ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അവരാ കർത്തവ്യം പാലിച്ചു. ഇപ്പോൾ നവകേരള സദസ്സിലാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലിച്ചതച്ചെല്ലാം. ആ ഒരു സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ കണ്ണിൽ ഇതൊന്നും കണ്ടിട്ടില്ല, ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇത് ശരിക്കും ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബസ്സിന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ മുൻ മുഖ്യമന്ത്രി ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് എക്സ്പ്രഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സമരത്തെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ സമരം വിളിക്കാൻ എത്തുന്ന പ്രവർത്തകരെ എല്ലാം പോലീസ് തല്ലിച്ചതയ്ക്കുന്നതെല്ലാം ലൈവായിട്ട് മുന്നിൽ കാണുന്നതാണ്. എന്നിട്ടും അത് മാത്രമല്ല, മറ്റ് ചാനലുകളിലെയും അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ പോലും അവിടെ ഉള്ളവരുടെ എല്ലാവരും ഫോണിൽ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളെല്ലാം അന്നത്തെ ചാനലിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ഒരു പിണറായി വിജയന് വേണ്ടി കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലൊന്നും ഈ ഒരു തെളിവൊന്നും കണ്ണിൽ പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാവും. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞതിന് ശേഷം ഒരു റെസ്റ്റ് കിട്ടിയിട്ടില്ല LDFന്. തിരിച്ചടികളോട് തിരിച്ചടികളാണല്ലേ. അതെ, എന്തായാലും നല്ല കാലമാണ് കൂട്ടർക്ക്. അത് മാത്രമല്ല, EP ജയരാജന്റെ ഒരു ഇൻഡിഗോ
ബഹിഷ്കരണം ഉണ്ടായിരുന്നല്ലോ, അത് ഏറ്റവും വലിയ വൻ കോമഡി ആയിരുന്ന ഒരു സംഭവമാണ്. അതായത് ഇനി ഞാൻ നടന്നു പോയാലും ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യില്ല, എനിക്ക് ട്രെയിനാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇൻഡിഗോ എയർലൈൻസുകാർ എന്നോട് ക്ഷമ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു തവണ കയറാം. പക്ഷെ ഇത് ഔദ്യോഗികമായിട്ട് ഇൻഡിഗോ എയർലൈൻസ് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഗത്യന്തരമില്ലാതെ കയറേണ്ടി വന്നു. അതും CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മരണ സമയത്താണ് ഡൽഹിയിലേക്ക് പോകവെയാണ് ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഈ ഒരു ബഹിഷ്കരണത്തിന് ശേഷം ആദ്യമായിട്ട് കയറുന്നത്. അപ്പോഴെല്ലാം ആൾക്കാരെല്ലാം മറന്നു തുടങ്ങിയിരുന്നു. പിന്നെ എന്താ ഇപ്പോൾ EP ജയരാജനെതിരെ ഓരോ കാര്യങ്ങളായി എണ്ണി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഇപ്പോൾ ഈ ഇൻഡിഗോ കേസിൻ്റെ ഒഴിവാക്കുന്നതിനെതിരെയുള്ള ഈ കോടതി വിധി. എന്നാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസും കാണുന്നില്ല. എന്തായാലും EP ജയരാജനെതിരെ നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പായില്ലേ. പിന്നെ ഇപ്പോൾ അധികാരത്തിലുള്ളത് അവരുടെ പാർട്ടി അല്ല, മറിച്ച് 10 വർഷം എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കൊപ്പം എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ഉപദ്രവം ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയാണ്. അതിലുള്ള അവർക്ക് നീതി പുലരുന്നത് വരെ ഈ ഒരു പാർട്ടി, അതായത് CPM തിരിച്ചടികൾ നേരിട്ടുകൊണ്ടേയിരിക്കും. അതായത് ഇവർ ചെയ്തതിനെല്ലാം ഇപ്പോൾ ഇനി ഒരു 5 വർഷത്തേക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ഒരു ജൽപ്പനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇനിയൊരു പൊതുജനം മുഖവിലക്കെടുക്കില്ല. അവരെ പൂർണ്ണമായും അർഹിച്ച പുച്ഛത്തോടെ തള്ളിക്കളയും. എന്തായാലും 10 വർഷത്തെ തെറ്റുകൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇതെന്തായാലും ഈ 5 വർഷം കൊണ്ട് തികയുമെന്ന് തോന്നില്ല അവരുടെ തെറ്റുകളില്ലേ. ഇനി ഒരു 5 വർഷം കൂടി ലഭിച്ചാൽ CPM എന്നുള്ള ഒരു പാർട്ടിക്ക് ഒരു ഈർക്കിൾ പാർട്ടിയുടെ പോലും വിലയില്ലാത്ത രീതിയിലേക്ക് ശുഷ്കിച്ച് ചുരുങ്ങി ഒരാളിലേക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയായി പോവും CPM-ന്. അതിനുള്ള വഴിയെല്ലാം മുമ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള തൽബലങ്ങളാണ് ഇപ്പോൾ ഈ ഒരു നവകേരള രക്ഷാപ്രവർത്തനമാകട്ടെ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ കട്ടയിലാവട്ടെ അല്ലെങ്കിൽ ഈ ഇൻഡിഗോ കേസാവട്ടെ, ഇതിലെല്ലാം ഇവർ ഓരോന്നും ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം ഇവർ പതുക്കെ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ചു വരികയാണ്. അത് മാത്രമല്ല, അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ച് EP ജയരാജൻ തള്ളുകയും മർദ്ദിക്കുകയും ഉണ്ടായല്ലോ. ആ സമയത്ത് ഇടത് ഹാൻഡിൽ വന്ന ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഈ EP ജയരാജനെ പ്രൈസ് ചെയ്തുള്ള അല്ലെങ്കിൽ വല്ലാതെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒരുപാട് വീഡിയോകളുണ്ടായിരുന്നു. അതായത് കണ്ണൂർ കളരിയിൽ കാല് ചവിട്ടി തെളിഞ്ഞ സഖാവിനോടാണോടോ നിന്റെയൊക്കെ പിപ്പിടി എന്നുള്ള ഒരു ക്യാപ്സ്യൂളുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ EP-യുടെ അടുത്ത് കളിക്കാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ള ഒരു ക്യാപ്സുകളും മറ്റേ റീലുകളും പോസ്റ്റുകളുമായിരുന്നു ആ ഒരു സമയത്ത് മുഴുവൻ സോഷ്യൽ മീഡിയ ഇടത് ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. കാരണം ഇപ്പോൾ EP-യുടെ കടത്തനാട്ടൻ വെട്ടെല്ലാം മറന്നുപോയോ? അതായത് ഇനി അന്വേഷിക്കാൻ പോകുന്ന പുതിയൊരു അന്വേഷണ സംഘമായിരിക്കും ആ ഒരു പുതിയൊരു കോടതിയിലേക്ക് കേസ് എത്തുകയാണ്. അപ്പോഴെല്ലാം ഈ കണ്ണൂരിലെ കളരിയും അല്ലെങ്കിൽ ആ ഒരു അടവുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളെ തുണയ്ക്കുമോ എന്നാണ് ഇനി പൊതുജനങ്ങൾക്കൊപ്പം ഞാനും ചോദിക്കുന്നത്.